ഒരു 2.1 ആംപ്ലിഫയറിന് സൈഡ് സ്പീക്കർ ആയിട്ട് ഉപയോഗിക്കാവുന്ന 2-വേ സ്പീക്കർ ബോക്സ് MDF നിർമ്മിച്ചതാണ്. ഒരു 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഷോപ്പുകളിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ ഒരു 8 ഇഞ്ചിന്റെ ഫുൾ റേഞ്ച് സ്പീക്കറും 3 ഇഞ്ചിന്റെ ഒരു പീസോ ട്യൂട്ടറുമാണ് വെക്കാൻ പോകുന്നത്. സിപ്പ് കമ്പനിയുടെ 8 ഇഞ്ച് 80 വാട്ടിന്റെ ഫുൾ റേഞ്ച് സ്പീക്കറാണ് ഈ ബോക്സിൽ വെക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ ഡാപ്പിക് എന്ന് പറയുന്ന കമ്പനിയുടെ 3 ഇഞ്ചിന്റെ ഒരു പീസോ ട്യൂട്ടർ കൂടി വെക്കുന്നുണ്ട്. 2 ട്രാൻസിസ്റ്റർ ഉള്ള ഒരു ആംപ്ലിഫയർ ബോർഡിനൊക്കെ ഈ സ്പീക്കർ ധാരാളം മതിയാവും. ഇത് 4 ഓംസിലും 8 ഓംസിലും നമുക്ക് അവൈലബിൾ ആണ്. ഫുൾ റേഞ്ച് സ്പീക്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി ഒക്കെ ഒരു മീഡിയം ലെവലിൽ നമുക്ക് ഇതിലൂടെ ഔട്ട്പുട്ട് കിട്ടും. അതിൽ ഹൈ ഫ്രീക്വൻസി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പീസോ ട്യൂട്ടർ കൂടി ഈ ബോക്സിൽ വെക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അഡീഷണൽ ബാസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ് വൂഫർ കൂടി ഉപയോഗിക്കുക. അതായത് ഒരു 2.1 ആംപ്ലിഫയറിന്റെ കൂടെ സൈഡ് സ്പീക്കർ ആയിട്ട് നമുക്ക് ഈ ബോക്സിനെ ഉപയോഗിക്കാം. എങ്കിൽ നല്ല പെർഫോമൻസ് ഉണ്ടായിരിക്കും. ആദ്യം നമുക്ക് ഈ ബോക്സിന്റെ പുറകിലായിട്ട് ഇതുപോലെയുള്ള ഒരു സ്പീക്കർ കണക്ടർ പിടിപ്പിക്കണം. അതിന് പകരം ചെറിയൊരു ഹോള് കൊടുത്തിട്ട് വയറ് നേരെ ഇങ്ങോട്ട് കയറ്റിയാലും മതി. സ്പീക്കർ കണക്ടർ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ ഒരു ഹോൾ ഇടാം. സിപ്പിന്റെ 8 ഇഞ്ച് 80 വാട്ട് ഫുൾ റേഞ്ച് സ്പീക്കറാണ്. ഇത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പീക്കറും ട്യൂട്ടറും കണക്ഷൻ കൊടുത്ത് ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ കണക്ഷനൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു സ്പീക്കർ കണക്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പീക്കർ കണക്ടറിന്റെ പോസിറ്റീവിലേക്ക് ബ്ലൂ വയറും നെഗറ്റീവിലേക്ക് ബ്രൗൺ വയറുമാണ് ഞാൻ സോൾഡർ ചെയ്ത് യോജിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പീക്കറിന്റെ പോസിറ്റീവിലേക്ക് ബ്ലൂ വയറും നെഗറ്റീവിലേക്ക് ബ്രൗൺ വയറും കറക്റ്റായിട്ട് തന്നെ സോൾഡർ ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പൊളാരിറ്റി മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ട്യൂട്ടറിന്റെ കണക്ഷനൊക്കെ നോക്കാം. ഇവിടെ നമ്മൾ ക്രോസ് ഓവർ നെറ്റ്വർക്ക് ഉപയോഗിക്കാത്തതുകൊണ്ട് ഹൈ ഫ്രീക്വൻസി ഫിൽറ്ററിങ്ങിന് വേണ്ടി ഒരു കപ്പാസിറ്റർ ഉപയോഗിക്കണം. തന്നെയുമല്ല, കപ്പാസിറ്റർ ഇല്ലാതെ ട്യൂട്ടറിലേക്ക് കണക്ഷൻ കൊടുത്താൽ ട്യൂട്ടർ പെട്ടെന്ന് ഡാമേജ് ആയി പോകാനും സാധ്യതയുണ്ട്. ഇവിടെ ബ്രൗൺ വയർ കറക്റ്റായിട്ട് ട്യൂട്ടറിന്റെ നെഗറ്റീവിലേക്ക് തന്നെ ഞാൻ സോൾഡർ ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പോസിറ്റീവ് വയർ കണക്ട് ചെയ്തിരിക്കുന്നത് കപ്പാസിറ്റർ വഴിയാണ്. കപ്പാസിറ്ററിന്റെ ഒരു പിന്ന് ട്യൂട്ടറിന്റെ പോസിറ്റീവിലും പോസിറ്റീവ് വയർ കപ്പാസിറ്ററിന്റെ അടുത്ത പിന്നിലേക്കുമാണ് സോൾഡർ ചെയ്ത് യോജിപ്പിച്ചിട്ടുള്ളത്. 4.7 മൈക്രോഫാരഡ് 250 വോൾട്ടിന്റെ ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഇതുപോലുള്ള നോൺ പോളാർ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള പോളിസ്റ്റർ കപ്പാസിറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഫിലിം കപ്പാസിറ്റർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി നമുക്കിതൊക്കെ ഇവിടെ ഒന്ന് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കണം. സ്പീക്കറും ട്യൂട്ടറും സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ സ്ക്രൂവും നല്ലവണ്ണം ടൈറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മ്യൂസിക് വെക്കുന്ന സമയത്ത് അല്പം വോളിയം ഒക്കെ കൂട്ടുന്ന സമയത്ത് ഇത് വൈബ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഇതെല്ലാം സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം സ്പീക്കറിന്റെ മുകളിലായിട്ട് ഇതുപോലൊരു സ്പീക്കർ ഗ്രില്ല് കൂടി ഉറപ്പിക്കണം. അങ്ങനെ സ്പീക്കറിന്റെയും ട്യൂട്ടറിന്റെയും ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബോക്സിന്റെ ബാക്ക് സൈഡ്. സ്പീക്കർ കണക്ടർ ഇതാണ് നമ്മൾ നിർമ്മിച്ച 2-വേ സ്പീക്കർ ബോക്സ്. ഇങ്ങനെയുള്ള 2 സ്പീക്കർ ബോക്സുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ നടുവിലായിട്ട് കാണുന്നത് ഒരു സബ് വൂഫറാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫുൾ റേഞ്ച് സ്പീക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അഡീഷണൽ ബാസ് കിട്ടണമെങ്കിൽ തീർച്ചയായും സബ് വൂഫർ ആഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഒരു 2.1 ആംപ്ലിഫയറിന്റെ 2 സൈഡ് സ്പീക്കറുകളായിട്ടാണ് ഈ 2-വേ സ്പീക്കർ ബോക്സുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. 2 ട്രാൻസിസ്റ്റർ ഉള്ള ഒരു ആംപ്ലിഫയറിന് നമ്മൾ നിർമ്മിച്ച ഈ 2-വേ സ്പീക്കർ ബോക്സ് കറക്റ്റ് മാച്ചിങ് ആണ്. ഈ ആംപ്ലിഫയറിന്റെ ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾ 2 സൈഡുകളിലായിട്ട് 2 ട്രാൻസിസ്റ്ററുകൾ വീതമാണ് ഉള്ളത്. 8 ഓം സ്പീക്കറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് പകരം 4 ഓം സ്പീക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.